ഇന്ന് നമുക്ക് നാടൻ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറി റെഡിയാക്കിയാലോ. വളരെ സിമ്പിളായി ഇതെങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുരിങ്ങാക്കായ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്, അതും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മുരിങ്ങാക്കായും മാങ്ങയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിതിൽ തേങ്ങ കൂടെ അരക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കാണണേ. ഇനി നമ്മളിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി അടച്ച് വെച്ച് ചെറിയ തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങ നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കറി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് ഇത് നന്നായി തന്നെ വേവിച്ചെടുക്കണം. നമ്മുടെ കറി മുരിങ്ങക്കായും മാങ്ങയൊക്കെ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ജാറ് കഴുകിയിട്ട് അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ കറി ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി തേങ്ങ അരച്ചിട്ട് നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് നമ്മൾ ചേർക്കാൻ പോണത്. ഇത് ഉണക്കച്ചെമ്മീൻ ഉണ്ടല്ലോ, അത് നല്ല പോലെ വറുത്തിട്ട് പിന്നെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം. ചെമ്മീൻ വേവാനൊന്നുമില്ല കേട്ടോ, നമ്മൾ നന്നായി വറുത്ത് പൊടിച്ചതല്ലേ, അതുകൊണ്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇത് മാറ്റി കൊടുക്കാം. കറി തൂമിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ല പോലെ ചൂടാവുമ്പോൾ നമ്മൾ അതിലേക്ക് ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി അരിഞ്ഞ ഉള്ളി, ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി തന്നെ നമുക്ക് നോക്കിച്ചെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളല്ലേ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. ഇത് ചെമ്മീൻ ചേർക്കാതെ നമുക്കിത് റെഡിയാക്കാം കേട്ടോ. പക്ഷേ ആ ചെമ്മീൻ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായി ഫീൽ ചെയ്യുക. അതൊരു വേറെ ടേസ്റ്റാണ് ചെമ്മീൻ ചേർക്കുമ്പോൾ. അപ്പോൾ ചെമ്മീൻ ഉണ്ടെങ്കിൽ എല്ലാവരും ചെമ്മീൻ വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കണേ. എല്ലാവരും റെഡിയാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഈ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം.